കുറച്ചും കൂടി ഉണ്ടാവുമ്പോൾ വാലിഡേഷൻ തരാൻ കുറച്ച് പാടായിരിക്കും. വാലിഡേഷൻ പറയാൻ ഇത്ര പേരുണ്ട സമയത്ത് കുറച്ചുകൂടി കുറവായിരിക്കും. ഞാൻ സംസാരിച്ചില്ലല്ലോ. ഞാനും നീയും തമ്മിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇടയിൽ വേറെ ആരുമില്ല. ആ വിഷയത്തിൽ മൂന്നാമതൊരാൾ ഇടപെട്ടായി ചീറ്റിപ്പോകും അല്ലെ, അത് കുളമാകും, അത് സത്യമാണ്. അതിൽ ഞാനും നീയും തമ്മിലുള്ള വിഷയത്തിൽ മൂന്നാമതൊരാൾ ഇടപെട്ടാൽ ഇതെന്താ പറയുന്നതെന്നറിയോ? ഇവര് പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ എന്റെ ലാസ്യ ഭംഗിയും ആകാര വടികൊടുത്ത് ഞാനിങ്ങനെ വശീകരണ ലുക്കാണ് എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെയല്ല എന്ന് പറയുന്നതാണോ സമൂഹം എടുക്കുക? ഇവിടെയുള്ള ഓരോരുത്തരും മത്സരിച്ച് അങ്ങനെയല്ല എന്ന് പറയുമ്പോ സമൂഹം ആരുടെ എടുക്കുക? ഞാൻ പറഞ്ഞതാണോ എടുക്കുക? ഇവര് പറയും ഞാൻ എന്തായാലും എന്നെ സ്വയം പൊക്കിയിട്ടല്ലേ വരുള്ളൂ, ഞാൻ അങ്ങനെയല്ല. എനിക്ക് വേണ്ടി ഒരാള് സംസാരിച്ചാൽ എന്റെ വിജയല്ലേ? കറക്റ്റാണ്. ചേച്ചിക്ക് വേണ്ടി എല്ലാം സംസാരിച്ചാൽ വിജയമാണ്. പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ മെയിൻ മോട്ടീവ് പറയാണ്. നിങ്ങളൊരു സോറി പറയുമ്പോൾ അവരോട് സോറി പറയുമ്പോൾ കഴിഞ്ഞു. പക്ഷെ അവളുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കണം. അവൾ അങ്ങനെയാണ്, കുറച്ച് ഈഗോയിസ്റ്റിക് ആണ്. അപ്പൊ അവൾ ഈഗോ പൊട്ടിച്ചിട്ട് അവളെ സോറി പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ആയിക്കൊണ്ടിരുന്നത് അത് പിന്നെ കാണുമ്പോൾ തോന്നുന്നത് അത് ഭയങ്കര ഒരാളെ ഞാൻ മാത്രമല്ല തോന്നുന്നത് അനീഷിനും കൂടെ അങ്ങനെ സംഭവിച്ചിട്ട് എല്ലാം എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മൾ സെയിം മിസ്റ്റേക്ക് കാണിക്കുന്നത് എന്റെ ഒരു മെയിൻ മോട്ടീവ്. ഇപ്പൊ നിങ്ങൾ അടുത്ത് പോയി അത് സോൾവ് ചെയ്തു, ഇനി അവിടെ പുറത്ത് ഒരു അക്ബരം സോറി അതിലും സോറി എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതാണ് എന്റെ മെയിൻ മോട്ടീവ്. സോറി പറഞ്ഞിട്ട് ആ സോറിയെ ന്യായീകരിക്കാൻ പാടില്ല. അപ്പൊ ആ സോറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അകത്ത് പോയി ന്യായീകരിച്ചോ? ഇല്ല. അല്ല ഇപ്പൊ അത് സോറിയാണ്. പക്ഷെ അത് അതാ ഞാൻ പറഞ്ഞ മെയിൻ മോട്ടീവ് അതാണ്. ഇപ്പൊ പറഞ്ഞപ്പോൾ ആ ചേച്ചി സോറി പറഞ്ഞാൽ ന്യായിച്ചില്ല. എന്താ കാരണം? ഒരാൾക്ക് വാലിഡേഷൻ കിട്ടുവാണെങ്കിൽ ഒരു പേഴ്സണൽ സ്പേസ് തരണം. മനസ്സിലായ ഉദ്ദേശിക്കണം? എനിക്ക് മനസ്സിലാവുന്നത് ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കണം. ഷാരി കഴിഞ്ഞ ഒരാളാണ്. 3-4 പേര് സ്വഭാവം എന്തോ ആയിക്കോട്ടെ, ഇവളുടെ പ്രശ്നം ആര്യ മനസ്സിലാക്കുക. അയാളുടെ സ്വഭാവം എന്തോ ആയിക്കോട്ടെ. നീയും പേഴ്സണലി സോറി പറഞ്ഞോളൂ. അല്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നത് കാര്യം മനസ്സിലാക്കി. ഞാനടക്കമുള്ള ആൺപിള്ളേര് ഇയാളുടെ കൂടെ കിടന്നു നിന്നു എന്നുള്ള സാധനമാണ് പറഞ്ഞത്. ആ പറയുന്ന സമയത്ത് അതിന്റെ ഗൗരവം എനിക്ക് മനസ്സിലാവുന്നത്. ഈ പൊട്ടം കളിക്കല്ലേ, വലിയ സീനാണ്, എനിക്കറിയാം. അപ്പൊ അതിനെ നമ്മൾ എതിർക്കില്ല, അതിനെ കുറിച്ച് സംസാരിക്കില്ലേ? അതെന്നെ ചെയ്തിട്ടുള്ളോ? അതിന് പിന്നെ നീ അവർക്ക് സോറി പറഞ്ഞിട്ട് പിന്നെ സോറി കൺവിൻസ് ആക്കാൻ നിൽക്കണേ. അതാണ് അതെന്താ എനിക്ക് മനസ്സിലായില്ല. സോറി പറഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞു എന്റെ തെറ്റല്ല. സോറി പറയുന്ന പറഞ്ഞാണ് അത് എന്റെ ഷോ എങ്ങനെയാണ്, ഞാൻ എന്ത് ചെയ്യും? ഞാൻ അങ്ങനെ പറയരുത്. സോറി പറഞ്ഞാൽ സോറി അവിടെ നിർത്തണം. അത് കഴിഞ്ഞിട്ട് കേട്ടോട്ടെ. സോറി പിന്നെ പറഞ്ഞേ ഇത് എന്റെ അല്ല, ഇത് എന്റെ ഷോ അങ്ങനെ ആയി പോയി. അങ്ങനെ ആയി പോയില്ല, നിങ്ങൾ അറിഞ്ഞിട്ട് വേണം വരാൻ. ഇതെല്ലാം പറഞ്ഞു. ഇനി പുറത്തു പോയി ഷോ ചെയ്യില്ലെന്ന് ഉദ്ദേശിക്കുന്നു. അയാൾ ചെയ്യാനില്ല, ഇവിടെ ചെയ്തതിൽ പോയിന്റ്